കൂനുമ്മ കുരുവാണ് കേട്ടോ. കണ്ണത് തുറക്കാൻ പറ്റാണ്ട് കരച്ചിലാണ്. ഇത് ഇന്നലെ വൈകുന്നേരം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു കണ്ണ് പീള കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ചെറിയൊരു ജലദോഷവും ചുമയും ആൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ ഒരു കണ്ണ് പതിവില്ലാത്ത തരത്തിൽ പീള കെട്ടണുണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി ഇതെന്തോ കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ വൈകുന്നേരം ആവും തോറും കണ്ണിൻ്റെ പീളകെട്ടലും കണ്ണ് ചെറുതായി വരലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും കണ്ണ് തീരെ തുറക്കാൻ പറ്റാത്ത അത്രയും പീള കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കണ്ണ് ചെറുതായിട്ടും പീള കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് റിമൂവ് ചെയ്യുക, ആ പീള റിമൂവ് ചെയ്യാനുള്ള കരച്ചിലും തിക്കും തിരക്കാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തുടച്ച് എടുക്കുകയാണ് കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. അത് തുടച്ചെടുക്കുമ്പോൾ കണ്ണ് കാണുന്നില്ല, എനിക്ക് വേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥയാണിത്. ഒരു കണ്ണ് നന്നേ ചെറുതായിട്ടുണ്ട്, ഒരു കണ്ണ് ചെറുതായിട്ട് ചുമപ്പും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് ഇന്നലെ വൈകുന്നേരം ചെറിയൊരു ചെവി വേദന ഉണ്ടായിരുന്നു. രാവിലെ ഇരുന്നപ്പോൾ ചെവിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെച്ചുകൊണ്ടിരുന്നില്ല, രണ്ടുപേരെയും ഇന്ന് അംഗനവാടിയിലേക്ക് സ്കൂളിലേക്കൊന്നും വിട്ടില്ല കേട്ടോ. രാവിലെ ഒരു 9 മണിയായപ്പോൾ തന്നെ വാഴവറ്റിയുള്ള ഹെൽത്ത് സെൻറ്ററിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. കുട്ടാട്ടൻ തിരിച്ച് പോയി വന്നതിന് ശേഷം ജോലിക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ പോണത് എന്താണെന്നെങ്കിൽ നേരത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കുണ്ടാവില്ല, പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാമല്ലോ. അങ്ങനെ ഒരു പ്ലാനിങ്ങിനാണ് നമ്മൾ നേരത്തെ പോണത് കേട്ടോ. രണ്ടുപേർക്കും ചെറിയ രീതിയിൽ ജലദോഷം ചുമയുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനെ ഓൾറെഡി നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിന് മരുന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആണോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ ഡോക്ടറെ കണ്ടാലാണ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ അവിടെ ചെന്നു ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ജലദോഷത്തിൻ്റെ കഫക്കെട്ടിൻ്റെയാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ പീള കെട്ടണതും ചെവിയിൽ നിന്ന് ഈ വെള്ളം വരുന്നതും. അപ്പം മരുന്ന് അതിന് തന്നു കേട്ടോ. അമ്പാടിക്ക് മൂക്കിലൊഴിക്കണ മരുന്നും നന്നായിട്ട് ആവി പിടിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ചുമയുടെ ഒരു മരുന്നാണ് തന്നിട്ടുള്ളത്, സിട്രസിൻ്റെ ഒരു മരുന്നും. ഉണ്ണിക്കുട്ടനെ ചെവിയിലൊറ്റിക്കാനൊരു മരുന്നും അതുപോലെ തന്നെ പനിയുടെ ഒരു മരുന്നും അലർജിക്കുള്ള ഒരു മരുന്നും ചുമയുടെ മരുന്നാണ് കേട്ടോ തന്നിരിക്കുന്നത്. കുറവില്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പോണ വഴിയിൽ ഒരു പരിപ്പുവടിയൊക്കെ മേടിച്ച് അങ്ങനെ തിന്നിട്ടാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.